ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ നമുക്കറിയാം CGL 2025 എക്സാമിന് അറൗണ്ട് 50 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന 50 ദിവസം കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്, അല്ലേ? അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചു, റീസണിങ്ങിന് വല്ല സ്റ്റഡി പ്ലാൻ കിട്ടുമോ, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞിട്ട് അത് അതേപടി നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ എല്ലാവർക്കും അത് ഫോളോ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫോളോ ചെയ്താൽ അത് അത്രയും നല്ല രീതിയിൽ ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരുടെയോ ഒരു ഡ്രസ്സ് നമുക്ക് കറക്റ്റായിട്ട് പാകമാവണമെന്നില്ല, അല്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ, അല്ലേ, പ്രോപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഇട്ട് നടക്കാൻ പറ്റും. സോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാനും. അപ്പം ഞാൻ പറയുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അപ്പം നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ വാട്ട് സ്ട്രെങ്ത്തും നിങ്ങൾക്കേ അറിയുള്ളൂ. സോ അക്കോർഡിംഗ്ലി ഈ പറയുന്ന പ്ലാനുകളിൽ മാറ്റം വരുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു റീസണിങ്ങിനും ഇരിക്കട്ടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന്. ഓക്കെ അല്ലേ? റൈറ്റ്. സോ SSC CGL 2025 റീസണിങ്ങിൻ്റെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഞാൻ വിചാരിക്കുന്നത് മിക്ക ആൾക്കാർക്കും ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് അഗെയിൻ നിങ്ങൾ അത് പ്രോപ്പറായിട്ടൊന്ന് സ്റ്റൈലും കൂടെ ചെയ്യണം. റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ Tier 1-ൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് റീസണിങ് 25 ചോദ്യങ്ങളാണ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങളാണ് 50 മാർക്ക്, ഇംഗ്ലീഷ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. അപ്പം നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കാണ്. ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ പറയുന്ന റീസണിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 25 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ 23-ൽ കൂടുതൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം, അല്ലേ? സോ 25 തന്നെയാണ് ഞാൻ പറയാം. ബട്ട് സ്റ്റിൽ 23+ നമുക്ക് എന്തായാലും ഉണ്ടാവണം, ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ തന്നെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഡു വി ഹാവ് റീസണിങ്, അല്ലേ? നമുക്ക് എന്തിനാണ് ഈ പറയുന്ന എക്സാമുകളിലെല്ലാം റീസണിങ്? അപ്പം നമുക്കറിയാം, നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യണം, അല്ലേ? പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ലോജിക്കലി നമ്മുടെ കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ നോളേജിന് പുറമേ തന്നെ ഓഫ് കോഴ്സ് നമ്മൾ മാത്സും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് കോമൺ സെൻസ് ഉണ്ടോ, അല്ലേ? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്ന് ചെക്ക് ചെയ്യാനാണ് ആക്ച്വലി ഈ പറയുന്ന റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. സോ ഇറ്റ് ആക്ച്വലി ടെസ്റ്റ് വാട്ട് ലോജിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, വിച്ച് ഇസ് വെരി ഇമ്പറേറ്റീവ്, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു പേപ്പർ നമ്മൾ കാണില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ CGL റീസണിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് റീസണിങ്ങിനെ ആസ് യു ക്യാൻ സി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്ന് വെർബൽ റീസണിങ്, രണ്ട് നോൺ വെർബൽ റീസണിങ്. അപ്പോൾ വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു വെർബ്, അതായത് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ലാംഗ്വേജ് ബേസ്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കൊരു ചോദ്യം തരുന്നു, അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വെർബൽ റീസണിങ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു നോൺ വെർബൽ റീസണിങ്. സോ നോൺ വെർബ് ഇല്ല, ലാംഗ്വേജ് ഇല്ല എന്ന് പറയുമ്പോൾ ഇമേജ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ നോൺ വെർബൽ റീസണിങ്ങിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് വെർബലും ഉണ്ട്, അതേപോലെ തന്നെ നോൺ വെർബൽ റീസണിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെർബലും നോൺ വെർബലും നോക്കുമ്പോൾ നോൺ വെർബൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നോൺ വെർബൽ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പ്രാക്ടീസ് പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സിംപ്ലി ഒബ്സർവേഷൻ സ്കില്ലിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് നോൺ വെർബൽ റീസണിങ്ങിൽ കിട്ടാറുണ്ട്. ബട്ട് അഗെയിൻ ചില കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും നോൺ വെർബൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അഗെയിൻ നമുക്ക് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻസോടുകൂടെ പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഈ വെർബൽ റീസണിങ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ധാരാളം കാണാറുള്ളത്? അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അനോളജി,
ഓക്കെ, വെർബൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അനോളജി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, സീരീസ് ഉണ്ട്, മിസ്സിംഗ് നമ്പർ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. സോ ഇത് ഏറ്റവും വെയിറ്റേജ് കൂടിയ ടോപ്പിക്കലാണെന്ന് വേണമെങ്കിൽ പറയാം. 2024 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അനോളജി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ഡീകോഡിംഗ് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് സീരീസും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എന്നാൽ വളരെ എളുപ്പവുമാണ്. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലോജിസം ഉണ്ട്, നമുക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, വേർഡ് അറേഞ്ച്മെന്റ്, അതായത് ആൽഫബറ്റ് ടെസ്റ്റിൽ വരുന്ന വേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്, റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് ഉണ്ട്, കാലണ്ടർ ആൻഡ് ക്ലോക്ക് ഉണ്ട്. സോ ഇത്രയും ടോപ്പിക്കുകളാണ് പ്രധാനപ്പെട്ട ടിയർ 1 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വെർബൽ റീസണിങ്ങിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നൗ നോൺ വെർബൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വിച്ച് ഈസ് വാട്ട് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക. അതായത് മിറർ ആൻഡ് വാട്ടർ ഇമേജ്. ഒരു കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇമേജ് മാറുക, അപ്പോൾ അങ്ങനെയുള്ള മിറർ ആൻഡ് വാട്ടർ ഇമേജ് ഉണ്ട്, പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് ഉണ്ട്, എംപഡേർഡ് ഫിഗർ കംപ്ലീഷൻ, ഓക്കെ, വെൻ ഡയഗ്രാം, ക്യൂബ്സ് ആൻഡ് ഐസ്. അഗൈൻ നോൺ വെർബൽ സീരീസ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോൺ വെർബൽ സീരീസ്. ഓക്കെ, അതുപോലെ തന്നെ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് അഗൈൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫിഗർ അനോളജി, അതുപോലെ തന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മുടെ നോൺ വെർബലിൽ പ്രധാനമായിട്ടുള്ളത്. സോ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ആക്ച്വലി കവർ ചെയ്യേണ്ടത്. നമ്മുടെ എക്സാമിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ആക്ച്വലി കവർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലായി ആണല്ലോ, റൈറ്റ്. ഇനി നമ്മൾ എന്താണ് ഇനീഷ്യലി പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ റീസണിങ് ആയിക്കോട്ടെ, അല്ല ഇപ്പം നമ്മുടെ മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോണ്ട് ആയിക്കോട്ടെ, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റീസണിങ്ങിലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്ലേസ് വാല്യൂസ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ് എന്ന് പറയുന്നത്. അതായത് എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിന്റെ പ്ലേസ് വാല്യൂസ്, എ 1 ബി 2 എം 13 ആർ 18 വൈ 25 സോ ഈ രീതിയിൽ ഓരോ ലെറ്റർ കാണുമ്പോഴും അതിന്റെ നമ്പർ നമുക്ക് അപ്പം തന്നെ കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ലെറ്റേഴ്സിന്റെ നമ്പർ എങ്ങനെ ഓർക്കാം, ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ആ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് സെറ്റ് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ അല്ലേ? സോ പ്ലേസ് വാല്യൂസ് നമ്മൾ റെഡിയാക്കിയിരിക്കണം. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്വയർ നമ്പർ, ക്യൂബ്സ്, അതുപോലെ പ്രൈം നമ്പേഴ്സ്. അപ്പം നമ്പർ സീരീസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്പർ അനോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ നമ്പർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ, നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്പേഴ്സിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ? ഓഫ് കോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതായിട്ട്, അല്ലെങ്കിൽ അതിനായിട്ട് സ്ക്വയേഴ്സ്, ക്യൂബ്സ്, പ്രൈം നമ്പേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഒരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, ഒരു 15-20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ്, അതുപോലെ പ്രൈം നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുമെന്ന് വേണ്ട, ഡെയിലി എന്ത് ചെയ്താൽ മതി അറിയോ? ഒരു 15 മിനിറ്റ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ഫൈൻ, ഗോ അഹെഡ് വിത്ത് ദാറ്റ്. ബട്ട് അഗെയിൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് പ്ലേസ് വാല്യൂസിന് ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് സെറ്റ് ആവും. അത് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾ നോക്കുക. സ്ക്വയേഴ്സ്, ക്യൂബ്സ് എന്ന് പറഞ്ഞ എഫേർട്ട് എടുത്തൊക്കെ ഇന്ന് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഡെയിലി ഒരു 15 മിനിറ്റ് ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. അത് ജസ്റ്റ് വായിക്കുക. നമ്മളിങ്ങനെ കുറേ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കണ്ടോളും. അതുപോലെ തന്നെയാണ് പ്രൈം നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കും. ചില സീരീസ് പ്രൈം നമ്പറിൻ്റെ സീരീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയേണ്ട. അപ്പോൾ ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് നമ്മളിങ്ങനെ എഴുതി നോക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതായത് ഒരു 50-ന് മുകളിലുള്ളത്, അല്ലെങ്കിൽ ഒരു 70-ന് മുകളിലുള്ള, അല്ലെങ്കിൽ 100-ന് അപ്പുറമുള്ളത്, അല്ലെങ്കിൽ 100-ന് അടുത്തുള്ള, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. എഗെയിൻ ഈ പറയുന്ന സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ 7, 8, 56 കാണുമ്പോൾ അത് 7 × 8 പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന ടേബിൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കോണ്ടിനും ഹെൽപ്ഫുള്ളാണ് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ. അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് കാൽക്കുലേഷൻ ഇവിടെയും സീരീസിന് ആവശ്യമാണ് അല്ലേ? അനോളജിയിൽ ആവശ്യമാണ്. ഇപ്പോൾ അനോളജിയിൽ 3 നമ്പേഴ്സ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ബട്ട് ഇവിടെയൊക്കെ പ്രശ്നം എന്താ? ഈ നമ്പേഴ്സ് കാണുമ്പോൾ ഓക്കെ ഇത് ഇന്ന നമ്പറാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? നമ്പേഴ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ തന്നെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡും കൂട്ടണം. ലൈക്ക് എങ്ങനെയാണ് നമ്മൾ 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ പെട്ടെന്ന് നമ്മൾ ഷോപ്പ് കീപ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ?
അല്ലെങ്കിൽ മൈനസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി അല്ലേ, കടയിൽ പോയിട്ട് 19 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു, നമ്മൾ 100 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര കിട്ടും? നമ്മുടെ ഷോപ്പ് കീപ്പർ ആ കടയിലുള്ള ആൾ എങ്ങനെയായിരിക്കും തരിക? 19 രൂപയുടെ സാധനം ആദ്യം 1 രൂപ തന്നിട്ട് 20 ആക്കും, പിന്നെ ഒരു 80 രൂപ തരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തിരിച്ച് വേണം ഇവിടെയും കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചുകൂടെ സ്പീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, നിങ്ങളും അതുപോലെ നോക്കുക. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് മാസ്റ്റർ, നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെല്ലാം ആദ്യം ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇത് നമ്മുടെ കോണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് സെറ്റാവും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് സെറ്റാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ കോഡിങ് ഡീകോഡിങ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് സെറ്റായിക്കോളും. ബട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെയിലി 15 മിനിറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ 15 മിനിറ്റ് ജസ്റ്റ് വായിക്കുക. എഫേർട്ട് എടുത്ത് പഠിക്കാനല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു 20 ദിവസം ആകുമ്പോഴേക്കും സംഭവം നിങ്ങളിതിൽ മാസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കിവിടെ 25 ചോദ്യങ്ങളാണ് റീസണിങ്ങിൽ വരിക. 25 നമുക്ക് നേടാൻ സാധിക്കണം. അപ്പോൾ ഒരു ഏറ്റവും മിനിമം കുറഞ്ഞത് ഒരു 23+ എങ്കിലും നമ്മൾ, അല്ലെങ്കിൽ 23 എങ്കിലും നമുക്ക് നേടണം. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനേ പറ്റില്ല. ഇന്ന ദിവസം ഡേ 1 ഇന്നത് പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് ഏതാണോ വീക്കർ, നമ്മൾക്ക് ഏതാണോ സ്ട്രോങ്ങർ, ആ രീതിയിൽ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഡേ 1 ഡേ 2 എന്നുള്ള രീതിയിലൊന്നും അല്ല ഇവിടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ബട്ട് അഗെയിൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീഷൻ ആണ്. അപ്പം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിലും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സിലബസ് കംപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വെർബൽ റീസണിങ്ങിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ ഡിവൈഡ് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്, അതായത് സിലോജിസം. അതിൽ ചില കോൺസെപ്റ്റുകളുണ്ട്. ആദ്യത്തെ ടോപ്പിക് നമുക്ക് എടുക്കാം, സിലോജിസം. അതായത് സിലോജിസത്തിൽ 2 ആൾക്കാർ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുക, അല്ലേ? എല്ലാം ഒന്നിനകത്താണെങ്കിൽ ഇന്ന രീതിയിലാണ് വെൻ ഡയഗ്രം വരയ്ക്കുക. ഇനി ഒരു ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല എന്ന് കാണിക്കാൻ ലൈനും ക്രോസും വേണം. ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെയുണ്ട് സിലോജിസത്തിൽ. സോ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലെ കോൺസെപ്റ്റ് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. സോ അങ്ങനെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ കാണുന്ന സിലോജിസം. അതുപോലെ തന്നെ എന്താ ബ്ലഡ് റിലേഷൻ, അല്ലെ? ബ്ലഡ് റിലേഷൻ എങ്ങനെയാണ് നമ്മളൊരു ഫാമിലി ട്രീ വരയ്ക്കുക, അവിടെ ഒരു കോഡഡ് ബ്ലഡ് റിലേഷൻ വരുമ്പോൾ എന്തൊക്കെ ട്രിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അല്ലെ? സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ലെഫ്റ്റും റൈറ്റും നമുക്ക് എടുക്കാൻ അറിയണം. സർക്കുലർ വരുമ്പോൾ എല്ലാവരും സർക്കിളിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ അകത്തോട്ടാണ് ഫേസ് ചെയ്യുന്നത്, പുറത്തോട്ടായിരിക്കാം ഫേസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും എടുക്കുക? സോ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ സെൻസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്. അഗെയിൻ കോൺസെപ്റ്റ് ഉണ്ട്, ലൈക്ക് എങ്ങനെ നമ്മൾ വരയ്ക്കും. അതായത് അവസാനത്തെ ഡയറക്ഷൻ മാത്രമാണ് കാണുന്നതെങ്കിൽ പെന്നും പേപ്പറും അവിടെ വേണ്ട, വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലേ? ആ ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു ആൽഫബറ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ വേർഡ് അറേഞ്ച്മെന്റ്, അതുപോലെ വേർഡ് ഫോർമേഷൻ, ഡിക്ഷണറി ഓർഡറിൽ വാക്കുകളെ അറേഞ്ച് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫബറ്റ് ടെസ്റ്റിലാണ്. അപ്പോൾ ഇതിനൊക്കെ ചില കോൺസെപ്റ്റുകളുണ്ട്, എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. സോ ആ രീതിയിലുള്ള കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മനസ്സിലാക്കണം. അതേപോലെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്നത്. എഗെയിൻ കൃത്യമായിട്ട് അവിടെയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ക്യൂവിൽ ഒരാളുണ്ട്, ലെഫ്റ്റ് നിന്ന് എത്രാമത്തെ സ്ഥാനമാണ്, ടോട്ടൽ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ റൈറ്റ് എന്ന് എത്രയായിരിക്കും, ഒരാളുള്ള കാര്യമാണ്. അതുപോലെ 2 ആൾക്കാരുണ്ടാവും, ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പോൾ ടോട്ടൽ എത്രയാണ്. സോ ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്ന കേസസും നമുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. അതായത് ഒരാൾ ഹൈറ്റ് കൊണ്ട് ഏറ്റവും അല്ലെങ്കിൽ 2 ആൾക്കാരിനേക്കാളും വലുതാണ്, എന്നാൽ ബി എന്ന് പറയുന്ന ആൾ ഹൈറ്റിൽ ഏറ്റവും ലീസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് അറേഞ്ച്മെന്റ് ബേസ്ഡ് റാങ്കിങ്ങിൽ നമുക്ക് ഉണ്ടാവുക. ഇതും ചില കോൺസെപ്റ്റുകളുണ്ട്, എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട്. സോ ആ കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. അപ്പോൾ കാലണ്ടർ ആൻഡ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ CGL സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് കഴിഞ്ഞ തവണത്തെ CHS എല്ലാ ധാരാളം ചോദ്യങ്ങൾ കാലണ്ടറിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. സോ ആസ് ഫാർ ആസ് നമ്മുടെ സിലബസിൽ ടോപ്പിക് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. ലൈക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ കൂടെ നമ്മളത് ബാധിക്കാൻ പാടില്ല. റൈറ്റ്. സോ ഈ രീതിയിൽ ടോപ്പിക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കണം നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്.
ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് സിലോജസ് ഒറ്റ ദിവസം കൊണ്ട് എടുക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 2 ദിവസം കൊണ്ട് സിലോജസും അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് സിലോജസും ബ്ലഡ് റിലേഷനും പഠിക്കാം. അപ്പോൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കണം തീരുമാനിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ചെയ്യാനും പാടില്ല. കാരണം നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളും ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീക്കർ, നിങ്ങളുടെ സ്ട്രോങ്ങർ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ആ രീതിയിൽ നിങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിക്കണമെന്ന് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം സിലോജസ് എടുത്ത് പഠിക്കാം. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് സിലോജസും ബ്ലഡ് റിലേഷനും പഠിക്കാം. അതല്ല ചിലപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് സിലോജസ് എടുക്കാം. ഇറ്റ് ഡിപ്പെൻസ് അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിലോട്ട് ഞാൻ കൈ കടത്താത്തത്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വെർബൽ റീസണിങ്ങിൽ വരുന്ന എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതായത് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. എന്താണ് പ്രാക്ടീസ് ഓറിയൻറ്റഡ്? ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളാണ് ഉണ്ടാവുക. എന്നാലും നമ്മൾ ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബട്ട് കോൺസെപ്റ്റുകൾ സിംപ്ലി മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യണമെന്നില്ല. അതായത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ സിലോജസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര രീതിയിലുള്ള പ്രാക്ടീസ് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. ഞാൻ പറയുകയാണ്, ഫോസേ ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലെങ്കിലും നമുക്ക് അവിടെ മാർക്ക് പോകണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ടുള്ള നമ്മുടെ അനോളജി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സീരീസ്, മിസ്സിംഗ് നമ്പർ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഇത് കോൺസെപ്റ്റൊക്കെ നമ്മൾ അറിഞ്ഞാലും പ്രാക്ടീസിലാണ് കാര്യം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സീരീസ് തരുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്പർ സീരീസ് നമുക്ക് തരാം. അപ്പം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഈ പറയുന്ന പ്രാക്ടീസ് ഓറിയൻറ്റഡ് ടോപ്പിക്. അപ്പോൾ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ടോപ്പിക് എന്ന് പറയുന്ന ഈ ടോപ്പിക്കുകൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു 5 ചോദ്യം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, വളരെ, അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് ഓരോ ടോപ്പിക്കിൽ നിന്നും ഡെയിലി 5 ചോദ്യം വെച്ചിട്ട് നമുക്കിത് എത്ര ഉണ്ട്? 3, 3, 6, 5, 30 ചോദ്യങ്ങളാണ് ഡെയിലി. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. 30 ചോദ്യങ്ങൾ ഡെയിലി, 5 നമ്പർ സീരീസ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലേ? 5 നമ്പർ സീരീസ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണം? ചിലപ്പോൾ 2 മിനിറ്റ് മതിയായിരിക്കും, ചിലപ്പോൾ 5 മിനിറ്റ് വേണ്ട വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ആ രീതിയിൽ ഡെയിലി പ്രാക്ടീസ് വേണ്ട ടോപ്പിക്കുകളാണ് ഈ പറയുന്ന അനോളജി, ക്ലാസിഫിക്കേഷൻ. ഇതിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പ്രാക്ടീസിലാണ് കാര്യം, അനോളജി പ്രാക്ടീസിലാണ് കാര്യം. 3 നമ്പേഴ്സ് തന്നിട്ട് അവരുടെ റിലേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ സെയിം റിലേഷൻ വരുന്ന ആൻസർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. യെസ് ഓർ നോ? റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമുക്ക് സെറ്റ് ആവും. സോ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അല്ലേ, 5 ക്വസ്റ്റ്യൻസ് പെർ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബട്ട് വളരെ ബേസിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്തായാലും 5 ക്വസ്റ്റ്യൻ പെർ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം, കാരണം നമ്മൾ കുറേ കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടോ, കണക്ട് ചെയ്യുന്നുണ്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? റൈറ്റ്. സോ ഇതൊക്കെയാണ് നമ്മുടെ വെർബൽ റീസണിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു നോൺ വെർബൽ റീസണിങ്. സോ നോൺ വെർബൽ റീസണിങ്ങിൽ നമുക്ക് ടോപ്പിക്കുകളെ അല്ലെങ്കിൽ ചോദ്യങ്ങളെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കാം. അതായത് ഒന്ന് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് തന്നെയാണ്, അതായത് ചില കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ സാധ്യമാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ്, അതുപോലെ നോൺ വെർബൽ സീരീസ്, കൗണ്ടിങ് ഫിഗേഴ്സ്, വെൻ ഡയഗ്രാം, മിറർ വാട്ടർ ഇമേജ്, പേപ്പർ കട്ടിങ് ഫോൾഡിങ്. സോ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യ പടിയിൽ ചെയ്യാനുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നോൺ വെർബൽ ആകുമ്പോൾ ഒരു 3 ടോപ്പിക്കോ ചിലപ്പോൾ 2 ടോപ്പിക്കോ ഒരു ദിവസം ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എല്ലാം ഒരു ദിവസം നോക്കാൻ പറ്റും, എക്സെപ്റ്റ് വാട്ട് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റുട്ടീനിൽ എങ്ങനെയാണോ കാര്യങ്ങൾ അക്കോർഡിംഗ്ലി നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നീട് നോൺ വെർബലിൽ വരുന്ന അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കില്ലിനെ ബേസ് ചെയ്ത് മാത്രം.
അതായത് എംപവേർഡ് ഫിഗർ. ഈ കാണുന്ന ഫിഗർ ഏത് ഓപ്ഷനിലാണ് ഉള്ളത് അവിടെ നമുക്ക് എന്താ ജസ്റ്റ് നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്യുക, അല്ലേ? നല്ലൊരു ഒബ്സർവർ ആവുക എന്ന് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അതായത് ഒരു ഫിഗർ നമ്മളിങ്ങനെ നോക്കിയിട്ട് അത് ഏതിലാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ സ്കില്ലാണ്. അപ്പം നമ്മളത് ഒരു മോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. അപ്പോൾ അതിനായിട്ട് വലിയ എഫേർട്ടുകളൊന്നും ആക്ച്വലി ഇല്ല എന്ന് തന്നെ പറയാം. സോ അങ്ങനെയുള്ള ടോപ്പിക്കാണ് എംപവേർഡ് ഫിഗർ, അതുപോലെ തന്നെ ഫിഗർ കംപ്ലീഷൻ, ഫിഗർ അനോളജി, ഫിഗർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് അഗൈൻ നമുക്ക് പ്രാക്ടീസ് വേണ്ടത് തന്നെയാണ്. അത് ലൈക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒബ്സർവേഷൻ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ പറയുന്ന നോൺ വെർബലിൽ വരുന്ന ഈ ടോപ്പിക്കുകൾ. അപ്പോൾ ഇതും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് തന്നെയാണ്? സിലബസ് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒരു 15-20 ഡേയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ പറയുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? റൈറ്റ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓഫ് കോഴ്സ് റിവിഷൻ തന്നെയാണ്, അല്ലേ? റിവൈസ് ചെയ്യുമ്പോഴാണ്, കാരണം നമ്മുടെ ബ്രെയിൻ, ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായാലും മറക്കും. ഇപ്പം നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമ നമ്മൾ കണ്ടാലും അത് നമ്മുടെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ നമ്മളത് കഥ പറഞ്ഞു കൊടുക്കും, ഒരു 100% നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, കുറച്ച് എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോകും. വെരി സിമ്പിൾ തിങ്, ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ ഓഫ് കോഴ്സ് എന്തായാലും ഒരു ദിവസം കഴിയുമ്പോൾ കുറച്ച് മറക്കും, വീണ്ടും മറക്കും. അപ്പം ഇത് നമ്മൾ ഒരു മറക്കുന്ന അല്ലെങ്കിൽ മറന്ന് താഴോട്ട് ഗ്രാഫ് പോകുമ്പോൾ നന്നായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റീഫിൽ ചെയ്യാൻ പറ്റണം. അതാണ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്താവും, എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പരിപാടികളും സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ റിവൈസ് ത്രൂ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റായിട്ട് റിവൈസ് ചെയ്യണം ഞാൻ പറയുന്നൊന്നുമില്ല, ബട്ട് റിവൈസ് ത്രൂ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്റ്റക്കായി, എന്തെങ്കിലും ഒരു ചോദ്യത്തിൽ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതിൻ്റെ കോൺസെപ്റ്റുകൾ ഒന്നുകൂടെ നോക്കുന്നു. സോ ആ രീതിയിലായിരിക്കണം നമ്മൾ റിവൈസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുക. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ ഞാൻ പറയുന്ന കാര്യം ടോപ്പിക് വൈസ്, അതായത് ഓരോ ടോപ്പിക് ഉണ്ടല്ലോ, അങ്ങനെ 5 ടോപ്പിക്സ് പെർ വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 5 ടോപ്പിക്സ് പെർ വീക്ക്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, 5 ടോപ്പിക്സ് പെർ വീക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിൽ എടുക്കാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ 5 ടോപ്പിക് എന്ത് ചെയ്യാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഏതെങ്കിലും 5 ടോപ്പിക്ക് റാൻഡമായിട്ട് നമുക്ക് എടുക്കാം. അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക? നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, വീക്ക് ഏരിയാസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ വേണം ഈ പറയുന്നത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെക്ഷൻ വൈസ് ഉണ്ടാവും. നമുക്ക് കംപ്ലീറ്റ് 25 ക്വസ്റ്റ്യൻസിൻ്റെ നമുക്ക് ഒരു PYQ സെറ്റ് നമുക്ക് കിട്ടും, അല്ലേ? അത് 2 പെർ വീക്ക് എന്നുള്ള രീതിയിൽ, സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിൽ നമുക്ക് അതും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് കംപ്ലീറ്റ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് വാട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് മാത്രം പോരാ, നമ്മൾ എന്തും ചെയ്യും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ബോത്ത് ആർ സെയിം, അല്ലേ? രണ്ടും നമ്മൾ ചെയ്യുന്ന ഒരേ കാര്യമാണ്. ബട്ട് എന്നാലും പ്രാക്ടീസ് ത്രൂ മോക്ക്, അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോക്കുകളൊക്കെ കിട്ടുമല്ലോ. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസിന് വേണ്ടി യൂസ്. ആക്ച്വലി ബോത്ത് ആർ സെയിം, അല്ലേ? രണ്ടും സെയിം തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഇതായിരിക്കണം നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞതായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ടോപ്പിക് വൈസ് അഗെയിൻ 5 ടോപ്പിക്സ് പെർ വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അഗെയിൻ സെക്ഷൻ വൈസ് ആകുമ്പോഴും 2 പെർ വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ 5 ടോപ്പിക് കഴിഞ്ഞു, ദെൻ വീണ്ടും ഈ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിരിക്കുക. ഓക്കെ അല്ലേ? മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാൻ ഉള്ള ടൈമുകൾ നിങ്ങൾ കാണുമല്ലോ, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ മോക്കുകൾ. അപ്പോൾ നമ്മുടെ സിലബസൊക്കെ ഒന്ന് സെറ്റായി, എല്ലാ ടോപ്പിക്കും സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, ഫുൾ മോക്കിലും ഇരിക്കണം. സോ നമ്മൾ ഈ മോക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സിംപ്ലി മോക്ക് ചെയ്യലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു സെക്ഷണൽ മോക്ക് നമ്മൾ ചെയ്യുന്നു, അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ നമുക്ക് 1 മിനിറ്റിലൊരു ചോദ്യം കിട്ടി, ഓക്കെ ഫൈൻ, ആൻസർ കിട്ടിയെന്ന് ഒന്ന് പോകാൻ പറ്റില്ല, നമ്മൾ നോക്കണം ഇതിന് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ, ആ രീതിയിൽ നമ്മൾ അനാലിസിസ് നടത്തണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും സമയം എടുത്തു, ഇത് കുറവിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം ആയിരുന്നില്ലേ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അനാലിസിസ് നടത്താൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ സിലബസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫുൾ മോക്കുകൾ ചെയ്യണം. ഫുൾ മോക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫുൾ മോക്ക് നിങ്ങൾ ചെയ്യണം. അതും പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യണം, നടത്തുകയും വേണം. ഓക്കെ അല്ലേ? റൈറ്റ്. സോ ഈ ഒരു അപ്രോച്ചാണ് ആക്ച്വലി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്തതും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തായാലും ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. റൈറ്റ്.
അതിനൊക്കെ ഞാൻ പറഞ്ഞു അത് അതേപടി ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല. നമ്മൾ നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും അല്ലെങ്കിൽ സ്റ്റൈലിങ്ങും എന്തായാലും ഇതിന് നടത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാലേക്ക് എങ്ങനെ ഇതിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത്. ആൻഡ് യു ഓൾറെഡി സീൻ തിങ്സ് അല്ലേ? എന്താ? സ്ലീപ്പ് വെൽ, നന്നായിട്ട് ഉറങ്ങുക. 7 മണിക്കൂർ മിനിമം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരിക്കണം? ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം അല്ലേ? നമ്മൾ ഈ പറയുന്ന പഠിച്ച കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ റെസ്റ്റിലായിട്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുമ്പോൾ അത് ബ്രെയിനിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ടൈമാണ് ഉറങ്ങുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ അതിനൊരു ടൈം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ഓർമ്മയുണ്ടാവുക അല്ലേ? അപ്പം നമ്മൾ സ്ട്രെസ് ഇല്ലാതെ റിലാക്സ് ചെയ്ത് 7 മണിക്കൂർ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് ചെയ്യാൻ സാധിക്കണം, അതായത് ഉറങ്ങാൻ സാധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നല്ല മഴ സുഖമായിട്ട് ഉറങ്ങാം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 7 മണിക്കൂർ മിനിമം ഉറങ്ങാം. മൂവ് ഇനഫ്, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂവ് ഇനഫ്. ആവശ്യത്തിന് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എക്സസൈസ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നടക്കുക, ഒരു 15 മിനിറ്റ് നടക്കുക മതി. ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ ബ്രെയിനും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള വർക്കൗട്ട്. ജിമ്മിൽ പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നത് എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് അഗൈൻ എന്നിട്ടും എല്ലാവരും ഒന്നും ചെയ്യില്ല, എല്ലാവരും ഒന്നും ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് അങ്ങനെ ആവരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേണി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നല്ല രീതിയിലുള്ള വർക്കൗട്ട്. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കാനൊന്നും അല്ല പറയുന്നത്. ഒരു 10 മിനിറ്റ് നടക്കുക, 15 മിനിറ്റ് നടക്കുക, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ദെൻ ഈറ്റ് ഹെൽത്തി, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിക്കുക. ബട്ട് സ്റ്റിൽ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറച്ച് കാലത്തേക്ക്, അതായത് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അധികം വേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, റെഗുലറായിട്ട് പഠിക്കുക, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ ഒരു പ്രോപ്പർ ഗൈഡൻസും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റാണ്. സോ അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസോടുകൂടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൈലത്തിന് എങ്ങനെ സഹായിക്കാം അല്ലേ എന്ന് നോക്കുമ്പോൾ 2 ബാച്ചുകളാണ് നിങ്ങൾക്കായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. സോ അതിനായിട്ട് CGL മാസ്റ്റർ ബാച്ച് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 25% ഓഫാണ്. സോ വെറും 1499 രൂപയാണ് ഇപ്പോൾ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ബട്ട് ഒരു ക്രാഷ് കോഴ്സാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും, അതായത് എക്സാമിനെ ബേസ് ചെയ്ത്, സിലബസിനെ ബേസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ പറയുന്ന മാസ്റ്റർ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ കോൺസെപ്റ്റുകൾ എല്ലാം അത്യാവശ്യം സെറ്റാണ്. അവസാനം നമുക്ക് എന്ത് വേണം? ഒരു കംപ്ലീറ്റ് ഒരു കുറേ ക്വസ്റ്റ്യൻ പൂൾ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ വളരെ അടിപൊളിയായിരിക്കും. കാരണം നമുക്കറിയാം എല്ലാ എക്സാമുകളും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ അവർ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 45 ദിവസം കംപ്ലീറ്റ്ലി ഫോക്കസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കഴിഞ്ഞാൽ അത് കിടലിനായിരിക്കില്ലേ? കിടലിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ബാച്ച് SSC CGL PYQ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 45 ദിവസത്തെ ക്രാഷ് കോഴ്സാണിത്. ഇത് വെറും 999 രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ 26-നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിലോട്ടും ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ജേർണി കുറച്ചുകൂടെ എളുപ്പത്തിലോട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ലൈക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന ബാച്ച് അതിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടാതെ ബാച്ചുകളെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി നമുക്ക് തന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എത്ര എണ്ണം കഴിക്കുമായിരിക്കും? ഒരു 1.5 ബിരിയാണി, 2 ബിരിയാണി. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പോലും ആവശ്യത്തിനേ നമ്മൾ കഴിക്കുള്ളൂ എന്ന് പറയും പോലെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും അനാവശ്യമായിട്ടുള്ള ടെൻഷനും നമുക്ക് ആവശ്യമില്ല എന്ന് നമുക്കറിയും. അപ്പം നമ്മൾ എന്തിനാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് പോലും ആവശ്യത്തിനേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ പറയുന്ന ടെൻഷനും ഈ പറയുന്ന പ്രഷറൊക്കെ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് എടുക്കുന്നത്? ഒരിക്കലും എടുക്കരുത്.
അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തുക, കൂളായിട്ടിരിക്കുക, ചില്ലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുക, റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പഠിക്കുക. എന്തായാലും സക്സസ് നമുക്കുള്ളതായിരിക്കും. യെസ്, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ടേക്ക് കെയർ.